Oukitel എന്ന ബ്രാൻഡിന്റെ Oukitel Rt5 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു നോർമൽ ടാബ്ലറ്റ് അല്ല, ഇതൊരു റഗഡ് ടാബ്ലറ്റ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oukitel Rt5 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Oukitel Rt5ൽ 10.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലിയ സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 1200x1920 ആണ്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ടാബിന്റെ വില വരുന്നത് 14,600 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ. 14.4:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ടാബിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പം 14,600 രൂപ എന്ന പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ടാബിൻ്റെ തിക്നെസ് വരുന്നത് 14.5 mm ആണ്. അപ്പോൾ സാധാരണ ടാബ്ലറ്റുകളെ പോലെയല്ല, തിക്നെസ് അത്യാവശ്യം കൂടുതലാണ്. പിന്നെ റഗഡ് ടാബ്ലറ്റ് ആണ്. പൊതുവെ റഗഡ് ഡിവൈസുകളിൽ അങ്ങനെയാണ്, തിക്നെസ്സും വെയിറ്റും ഒക്കെ നല്ലോണം കൂടാറുണ്ട്. റഗഡ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ടാബ്ലറ്റ് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അതുപോലെ തന്നെ MIL STD810Hന്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റാണ് ഈ ഒരു ടാബ്ലറ്റ്. പിന്നെ ഇതിൽ എസ്പെൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ MT8788 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്ര മികച്ച പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കായിരുന്നു. എന്തായാലും ഇതിൽ മീഡിയാടെക്കിൻ്റെ MT8788 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിമ്മിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടാബിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 6 GB റാമും കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 14 GB റാമൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ 256 GB ഇന്റേണലും ഇതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 16 MP ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 11,000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. Type C ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യയിൽ മാത്രമായിട്ടല്ല ഈ ഒരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ വില വരുന്നത് $177.99 ആണ്. അതായത് 14,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യയിൽ AliExpressൽ ഈ ഒരു ടാബ്ലറ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 17,917 എന്നുള്ള പ്രൈസിങ്ങിലാണ്. എന്തായാലും Oukitelന്റെ Rt5 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ അത്ര മികച്ചതല്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്നാലും ബാക്കി ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ല എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റാണ് ഈ ഒരു ടാബ്ലറ്റ്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസും ഡസ്റ്റ് റെസിസ്റ്റൻസും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. എന്തായാലും Oukitel Rt5 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.